നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറത്തെ പോലീസിനെ കുറിച്ചുള്ള വാർത്തകൾ ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പോലീസാണോ അധോലോകമാണോ എന്നുള്ള സംശയം വരുന്ന രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് നമ്മെ ഞെട്ടിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പോലീസ് തന്നെ ലഹരി വാങ്ങുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് പോലീസ് ഈ ലഹരി മരുന്ന് സംഘങ്ങളിൽ നിന്ന് ലഹരി വാങ്ങുന്നത് എന്നുള്ള സംശയമാണ് ഉയരുന്നത്. ആ സംശയം ഒരു തലത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അതായത് മലപ്പുറത്ത് അടുത്തിടെയുണ്ടായ കേസ് രജിസ്റ്റർ ചെയ്യുന്ന എണ്ണത്തിൻ്റെ വർധന പല സംശയങ്ങൾക്കും ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. നസർക്ക, ഇതിലേ ഇപ്പം സുജിത് ദാസിൻ്റെ കാലത്താണ് മലപ്പുറത്ത് കേസുകളുടെ എണ്ണം കുത്തനെ കൂടിയത് എന്ന് പറയുന്നുണ്ട്. 40,000-ലേക്ക് മുകളിലേക്ക് കേസുകളുടെ എണ്ണം പോയി. അത് പോലീസ് ക്രിയേറ്റ് ചെയ്യുന്ന പല കേസുകളുമുണ്ട്. സ്വന്തമായി പടച്ചുണ്ടാക്കുന്ന കേസുകൾ നിരവധി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കുമോ ഈ ലഹരിമരുന്ന് സംഘങ്ങളുമായുള്ള പോലീസിൻ്റെ ഇത്തരത്തിലുള്ള അവിശുദ്ധ ബന്ധം? ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മളിതിൽ ഈ മയക്കുമരുന്ന് ബന്ധം ആയിട്ടുള്ള ഡാൻസ് ഓഫുമായിട്ടുള്ള ഈ പുതിയ ഇടപാട് നമ്മുടെ വാർത്തയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്നത്. പിന്നെ ആദ്യം ഉപയോഗിച്ച വാക്ക് പോലീസാണോ അതോ അധോലോകമാണോ എന്ന സംശയം. ഈ രണ്ട് സംഗതികളാണെങ്കിൽ തന്നെയും അതിൽ മലപ്പുറം എന്നൊരു ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. കഴിഞ്ഞൊരു 10 വർഷത്തിനിപ്പുറം കേരള പോലീസ് ഇതുതന്നെയാണ്. ഈ കേരള പോലീസിലെ, പ്രത്യേകിച്ച് കേരള പോലീസിലെ കുറ്റാന്വേഷണ വിഭാഗം ആണെങ്കിലും, പിന്നെ കുറ്റാന്വേഷണ വിഭാഗം പ്രത്യേകിച്ച്, പിന്നെ ഈ ക്രമസമാധാന ചുമതലയുടെ വിഭാഗം, എന്നുവെച്ചാൽ ഈ യൂണിഫോംഡ് ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം അധോലോകമാണോ പോലീസാണോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട്. പണ്ട് ഈ മഹാവീർ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ പറയുന്നതാണ് ഇതൊരു യൂണിഫോംഡ് അധോലോകമാണ് എന്ന്. ഏതായാലും ഇവിടെ നടന്നു കിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്കറിയാം. ഇപ്പം ഈ പറയുന്ന ഏറ്റവും അവസാനം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഈ സംഭവം ഉണ്ടല്ലോ, ഈ പിന്നെ മയക്കുമരുന്ന് അതിൻ്റെ ഏജൻറ്റുമാരെയോ അല്ലെങ്കിൽ കച്ചവടക്കാരെയോ ഉപയോഗിച്ച് ഡാൻസ് ഓഫ് തന്നെ പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ട് കേസുകളുടെ എണ്ണം കൂട്ടുകയും, അതിൻ്റെ രണ്ടാം ഭാഗമാണ് അൻവർ ഈ നമ്മളെ വാർത്ത വന്ന ശേഷം അൻവർ പറഞ്ഞത് ഇത് ഇവർ പോലീസ് പുറത്ത് വിൽക്കുന്നുണ്ട്, അതിൻ്റെ തെളിവുകളുണ്ട്. ഈ സംഭവം പുതിയതല്ല. 2011 സെപ്റ്റംബറിൽ, ഇപ്പം നമ്മൾ സെപ്റ്റംബറിലാണ് സംസാരിക്കുന്നത്, 2011 സെപ്റ്റംബറിൽ തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത നിനക്ക് ഓർമ്മയുണ്ടാകും. തിരുവനന്തപുരം ജില്ലയിലെ ഡാൻസ് ഓഫിനെ പിരിച്ചുവിട്ടിരുന്നു അല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ ഡാൻസ് ഓഫിനെ പിരിച്ചുവിട്ടിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഡാൻസ് ഓഫിനെ പിരിച്ചുവിടുക മൊത്തം ഡാൻസ് ഓഫിനെതിരെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പോലീസ് DGPക്ക് സമർപ്പിക്കുകയും ചെയ്തു. 2021 അന്ന് അനിൽകാന്ത് അല്ലേ SP, പിന്നെ DGP. അപ്പം ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇപ്പം ഈ ഡാൻസ് ഓഫ് മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ ഉപയോഗിക്കുന്നു, മയക്കുമരുന്നിൽ മുൻപ് പ്രതികളായവരെയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ അതിൻ്റെ ഏജൻറ്റുമാരെ ഉപയോഗിച്ച് ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പോയി ഇത് കൊണ്ടുവന്നിട്ട്, ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പോയി മയക്കുമരുന്ന് കൊണ്ടുവന്നിട്ട്, മയക്കുമരുന്നിൽ അത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭാഗം 1-2 ഇട്ട് റൂട്ടിലിറങ്ങിയിട്ട് റൂട്ടിൽ നിന്ന് പിടിച്ചു കൂടിയിട്ട് അങ്ങനെ കേസിൻ്റെ എണ്ണം കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളുണ്ടായി. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ പേട്ട പോലീസ് സ്റ്റേഷനിലും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും ആ കാലഘട്ടത്തിൽ 2021 സെപ്റ്റംബറിലെടുത്ത പല കേസുകളും ഇങ്ങനെ പോലീസ് ഉണ്ടാക്കിയെടുത്തതാണുള്ള ആരോപണം വന്ന സമയത്താണ് തിരുവനന്തപുരം ഡാൻസ് ഓഫിനെ പിരിച്ചുവിടുന്നത്. അന്നാണ് അന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നത്. ഈ ഡാൻസ് ഓഫ് പരിപൂർണമായിട്ടും ഈ മയക്കുമരുന്ന് ലോബിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുമായിട്ടുള്ള കള്ളക്കച്ചവടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അന്ന് പിന്നെ അനിൽകാന്ത് തള്ളിക്കളയാണ് ചെയ്തത്. അങ്ങനെ റിപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാണ് ചെയ്തത്. ഇങ്ങനെ തള്ളിക്കളഞ്ഞ റിപ്പോർട്ടുകൾ എത്രയുണ്ട് എന്ന് അന്വേഷിക്കേണ്ടി വരും. ഒന്നത്. രണ്ട്, ഈ ഡാൻസ് ഓഫ് അടക്കമുള്ള ഇത്തരം ഫോഴ്സുകളെ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയം എനിക്കിപ്പോഴുണ്ട്. ഇപ്പം നേരത്തെ AV ജോർജ് ആലുവ റൂറൽ SP ആയി, എറണാകുളം റൂറൽ SP ആയപ്പം അയാൾ ഈ റൂറൽ ടൈഗർ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ടൈഗർ ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് അവർ വരാപ്പുഴയുള്ള ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ രാത്രി തട്ടിക്കൊണ്ടുപോയിട്ട് കൊന്ന ആ കേസ് വന്നപ്പം ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഗവൺമെൻറ് പറഞ്ഞു, ഇങ്ങനെ ഗവൺമെൻറ്റിനല്ലാതെ അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് കേരള പോലീസ് നിയമത്തിൻ്റെ 21-ാം വകുപ്പനുസരിച്ച് ഗവൺമെൻറ്റിന് നേരിട്ട് മാത്രമേ ഇങ്ങനെ പ്രത്യേക ഫോഴ്സുകൾ ഉണ്ടാക്കാൻ അനുവാദമുള്ളൂ. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിന് അനുവാദമുള്ളൂ, ജില്ലാ പോലീസ് സൂപ്രണ്ടിന് അനുവാദമില്ല എന്ന് പറയുന്നുണ്ട്. ഈ തണ്ടർ ബോൾട്ടൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ ആയിരിക്കും. ആ തണ്ടർ ബോൾട്ടൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഇതനുസരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ പക്ഷേ ഈ ഡാൻസ് ഓഫ് എന്ന് പറഞ്ഞത് മുഴുവൻ അതിൻ്റെ ഈ പിന്നെ ലീഗാലിറ്റി പോലും സംശയിക്കാവുന്ന ഒരു സാധനമാണ്.
കാരണം പോലീസ് ഇതിപ്പോൾ ഓരോ ജില്ലകളിലും അത് നിർദ്ദേശം കൊടുത്തിട്ടാണെന്ന് പറഞ്ഞു. ഓരോ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരുണ്ടാക്കിയതാണ്. ശരിക്കും അന്ന് എ വി ജോർജിൻ്റെ ഇതിനെ പിരിച്ചുവിടാൻ വേണ്ടി കാരണം എസ് പിക്ക് അവകാശമില്ല, എസ് പിക്ക് അധികാരമില്ല, ഈ സർക്കാരിനേതുള്ളൂ. എന്താണെങ്കിലും ശരി, ഈ അല്ലെങ്കിൽ തന്നെ കേരള പോലീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന, കേരള പോലീസിലല്ല എല്ലാ പോലീസിലും ഈ കുറ്റകൃത്യങ്ങൾ കൂടുതലുള്ള എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യം അടക്കം ഒരാൾക്കാർ എന്താണ് കുറ്റകൃത്യങ്ങളെയും പ്രതികളെയും കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ചെയ്യുന്ന ഒരു ശരിയായ രീതി ഉണ്ടല്ലോ, അത് മുതലും ഇതും ഒക്കെ പങ്കുവെക്കലും പരമാവധി ആൾക്കാരെ ഒഴിവാക്കി കൊടുക്കലും പരമാവധി കേസിൻ്റെ കുറക്കലൊക്കെ ആ സംഗതി ഒരു വ്യവസ്ഥാപിതമായ രീതിയിലും ഇതിപ്പോൾ ഈ മയക്കുമരുന്ന് ഈ ഡാൻസ് ഓഫ് മയക്കുമരുന്ന് പിടുത്തമെന്ന് പറഞ്ഞാൽ അവർ രണ്ടു കൂട്ടർ മാത്രം ഒതുങ്ങുന്നൊരു ലോകമാണല്ലോ അത്. മയക്കുമരുന്ന് കൊണ്ടുവരുന്നവരും പോലീസുകാർ മാത്രം. പിന്നെ ആരെന്ത് പറഞ്ഞാലും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യുക. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യുക. പിന്നെ പിടിച്ചാത്തോടും എന്നുള്ള വർത്തമാനം മറ്റേ ഈ കരീം കുനിയനോട് പറഞ്ഞ പോലെ പിടിച്ചാത്തോടും പിന്നെ പുറത്തിറങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ മയക്കുമരുന്ന് കേസിൽ പ്രതിയാവുമെന്ന് പേടിച്ചിട്ട് ആരും ഇവരോട് ഒരു തരത്തിലും സഹായിക്കും. പ്രതിയാവുമെന്ന് പേടിച്ചാൽ തന്നെ ആൾക്കാർ സഹകരിക്കും. പ്രതി ആയിട്ടുള്ള ആൾക്കാരോട് പോലീസ് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ കച്ചവട ബിസിനസ്സും പറഞ്ഞു വന്നാൽ അതിന് വല്ലതും ഉണ്ടോ? ഇത് അവരുള്ളൊരു ഏർപ്പാടാണല്ലോ. ഈ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരും മയക്കുമരുന്ന് പിടിക്കാൻ പോകുന്ന പോലീസും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടം മാത്രമായിട്ട് തന്നെയാണ് ഈ ഡാൻസ് ഓഫ് പ്രവർത്തിക്കുന്നത് എന്നാണ് 2021 തിരുവനന്തപുരം അനുഭവം തന്നെ ഉണ്ടായത്. അതുകൊണ്ടാണ് അന്ന് തിരുവനന്തപുരം ഇത് പിരിച്ചുവിടേണ്ടി വന്നത്, അന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായത്. എന്നിട്ട് അന്നത്തെ ഡി ജി പി ഇൻ്റലിജൻസ് റിപ്പോർട്ട് തള്ളിക്കളയും. പിന്നെയും ഇതിനെ ഇതേ തരത്തിൽ ആ ജില്ലയിലൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തിലും ഇതേപോലെ പ്രവർത്തിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ 3 കൊല്ലം കൊണ്ട് അത് എത്ര ആനുപാതികമായിട്ട് എത്ര വളർന്നിട്ടുണ്ടാവുമെന്ന് ആലോചിച്ചാൽ മതിയല്ലോ. ഇതൊക്കെ ആലോചിക്കേണ്ടത് നമ്മളല്ല, ഗവൺമെൻറ്റാണ്, ആഭ്യന്തര വകുപ്പാണ്. ദിവസം ഇപ്പം നാസർക്കാർ ബ്രാക്കറ്റിനെ കുറിച്ച് പറഞ്ഞു. മലപ്പുറം ബ്രാക്കറ്റ് വേണ്ടതില്ല, എല്ലായിടത്തും ഉള്ളതാണെന്ന്. പക്ഷേ ഈ കഴിഞ്ഞ ഈ കേസുകളുടെ എണ്ണം വെക്കുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഇടേണ്ട ഒരു അവസ്ഥ ഇല്ലേ സത്യത്തിൽ? അല്ല, മലപ്പുറത്തുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണല്ലോ. അത് പ്രത്യേകിച്ച് അതിൽ ഭയങ്കര ഗവേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. 12,000 കേസുകൾ ആവറേജ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നൊരു ജില്ലയിൽ ഉടനെ ഒരു എസ് പി വന്നതിന് ശേഷം അത് 19,000, 22,000, 26,000, 40,000 ചാടണമെങ്കിൽ മലപ്പുറത്തുകാർ അത്രയും വലിയൊരു കുറ്റവാളി സമൂഹമായി മാറണം. അല്ലെങ്കിൽ ഈ എസ് പിക്ക് എന്തോ അതിൽ താല്പര്യം. മറ്റ് ജില്ലകളിൽ ആനുപാതികമായ വർധനമുണ്ട്, അത് ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. ഈ നിലക്ക് എന്താണ് മറ്റേ സാഹിത്യ ഭാഷ പറഞ്ഞ രേഖീയമായ വളർച്ചയുണ്ടല്ലോ. ഇങ്ങനെ 12 - 19, അതിന് 23, അതിന് 40, ഇങ്ങനത്തെ ഒരു വളർച്ച നമുക്ക് എവിടെയും കാണാൻ പറ്റും. മറ്റു ജില്ല എന്നുള്ളതല്ല. അങ്ങനെ ഒരു സമൂഹത്തിന് ക്രൈം വളരില്ലല്ലോ. അത് വേറൊരു വിഷയമല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. പല ജില്ലകളും പല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസും ഉണ്ട്. പക്ഷേ ഇവിടെ അതല്ല വിഷയം. ഈ ഡാൻസ് ഓഫ് എന്ന് പറയുന്ന സംഘം അത് ഓഫ് കോഴ്സ് കേരളത്തിൽ പലയിടത്തും പല അതിക്രിയകൾ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന സുജിത് ദാസ് ആലുവയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവിടെ ഡാൻസ് ഓഫിന് ചുമതല ഉണ്ടായിരുന്നു. അവിടെ ഒരു കള്ളക്കേസിൽ ഒരു യുവാവിനെ പെടുത്തുക മാത്രമല്ല മാരകമായി മർദ്ദിക്കുന്നുണ്ട്. ഒരു യുവാവിനല്ല, 4 യുവാക്കളെ. അതിലൊരു 1-2 ആളുകളുടെ കേൾവി ശക്തി വരെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ സുനിൽകുമാർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നു. എൻ്റെ ഭർത്താവിനെ കള്ളക്കേസിൽ പിടിച്ചു കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും ചെയ്തു. സുജിത് ദാസാണ് അതിൻ്റെ പിറകിൽ, അതിനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് അന്ന് രാത്രി ഈ പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ ഒരു സംഘം എത്തുകയാണ്, 4-അംഗ സംഘം. നിങ്ങളെന്താണ് സുജിത് ദാസിനെതിരെ കളിക്കാനാണോ തീരുമാനിച്ചിരുന്നത്? എല്ലാം നിന്നെയും നിൻ്റെ ഭർത്താവിനെയും തട്ടിക്കളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഈ സ്ത്രീ ഇത് നമ്മളോട് സംസാരിച്ചല്ലോ ഈ സംഭവം ഉണ്ടായി, ഈ പുതിയ വാർത്തകൾ വന്ന സമയത്ത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് പുള്ളി പോയിടത്തൊക്കെ ഈ പരിപാടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ മലപ്പുറത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസ് ഓഫ് ബേസിക്കലി എന്തിനാണ് നാർക്കോട്ടിക് കേസസ് നോക്കാൻ വേണ്ടിയിട്ടുള്ള സംഘമാണ്. പക്ഷേ മലപ്പുറത്ത് എന്താ പ്രധാന പരിപാടി? സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കാനുള്ള. അതെങ്ങനെയാണ് ഡാൻസ് ഓഫിൻ്റെ ഒരു ഇതിൽ വരുന്നത്? നാർക്കോട്ടിക് കേസ് പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘം എങ്ങനെയാണ് ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ പിറകെ പോകുന്നത്? അപ്പോൾ എന്ന് വെച്ചാൽ ഇത് രണ്ടും നല്ല ഏരിയയാണ്. ഈ നാർക്കോട്ടിക്സ് ആകട്ടെ അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്താവട്ടെ പണം ഉണ്ടാക്കാൻ പറ്റിയ, അതേപോലെ തന്നെ എന്ത് തോന്നിവാസവും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ആരും വരില്ല. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിലക്കൊരു ബന്ധമുണ്ടെന്ന് പുറത്ത് വരുന്നത് ആളുകൾ ഭയക്കും. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം.
സാധാരണ ഒരു കോമ്പിങ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് കഞ്ചാവ് പിടിക്കുകയാണ്. ഒരു 5-8 കിലോ കഞ്ചാവ് പിടിക്കുകയാണ്. മറ്റേ മാഷ് പറഞ്ഞ സപ്പോസ് എന്ന് പറയുമ്പോൾ ഇത് സംഭവിച്ച കാര്യം തന്നെയാണ്. കഞ്ചാവ് പിടിക്കുന്നു. അപ്പോൾ പ്രതിക്ക് മുമ്പിൽ ഓഫർ വെക്കുകയാണ്, 2 ലക്ഷം രൂപ തന്നേക്കും. പുള്ളിക്കാരൻ 2 ലക്ഷം രൂപ കൊടുക്കുന്നു. പുള്ളിയെ സംബന്ധിച്ചതും ഒരർത്ഥത്തിൽ ലാഭമാണല്ലോ. എന്ന് വെച്ചാൽ അകത്ത് പോകേണ്ട കേസല്ലേ. അപ്പോൾ 2 ലക്ഷം രൂപ കൊടുക്കുന്നു, ഒഴിവാകുന്നു. ഈ ഡാൻസ് ഓഫുകാർക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും? മണ്ണാർക്കാട്ട് നല്ല ടീമുണ്ട്, നമ്മളെ ടീം. അവർക്ക് വിൽക്കാം, മറിച്ച് വിൽക്കാം. അപ്പോൾ ഒരേ ഇതിൽ നിന്ന് തന്നെ ഒരേ ക്യാച്ചിൽ നിന്ന് എന്താണ് 2 കച്ചവടമാണ്. അപ്പോൾ അതിലാകെ ഒറ്റ പ്രശ്നമുള്ളൂ, എന്ത്? ഈ കേസ് അവിടെ ഉണ്ടാവില്ല, കേസിൻ്റെ നമ്പർ അവിടെ ഉണ്ടാവില്ല. അതിന് വേറെ പരിപാടിയുണ്ട്. അതിന് കുറച്ച് പൊടിയും സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ചെറുപ്പക്കാരെ പിടിക്കുക എന്നുള്ളതാണ്. അത് വേറെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ഡാൻസ് ഓഫ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡിജിറ്റൽ എവിഡൻസാണ് നമ്മൾ പുറത്തു വിട്ടിരിക്കുന്നത്. ഈ സംഘത്തിൽപ്പെട്ട ഒരു കക്ഷി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കച്ചവടക്കാരനോട് പറയാണ്, ബാംഗ്ലൂരിൽ നിന്ന് സാധനം കൊണ്ടുപോകാം. അപ്പോൾ എത്രയാണ്, 80 50 മറ്റുള്ളത്, അതിനിപ്പോൾ 50 അതിനിപ്പോൾ ബാംഗ്ലൂർ വരെ ഒന്നും വരാൻ കഴിയും. ഒരു 100 ഗ്രാം ഒപ്പിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇത് തന്നെ പറയുന്നു, നിൻ്റെ അടുത്ത് ആ ബോർഡില്ല, നീ തിരിച്ചു കൊണ്ടുവന്നില്ലടാ എന്ന് പറയുന്നു. മുമ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോലീസ് എഴുതി വെക്കാൻ കൊടുത്ത ഇവരുടെ വണ്ടിയിൽ വെക്കാൻ വെച്ച ബോർഡാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് അൻവർ പറഞ്ഞത്, ഇതൊരു നൊട്ടോറിയസ് ക്രിമിനൽ ഗാങ് ആണെന്നുള്ളത്. ഇത് മലപ്പുറത്ത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് നേതൃത്വം കൊടുത്ത കക്ഷിയാണ് ഈ സുജിത് ദാസ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ മലപ്പുറത്ത് ഇപ്പോൾ ഈ 12,000 കേസുകളിലെടുത്ത് നിന്ന് 40,000 കേസുകൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം ഈ നിലക്കുണ്ടായ കേസുകളായിരിക്കണം. അവിടെ പോലീസിന് SP ഓഫീസിൽ നിന്ന് താഴെ കൊടുക്കുന്ന നിർദ്ദേശമുണ്ട്. ഇപ്പോൾ മാസത്തിൽ ഒരു 30 കേസ് വേണം, അതിൽ 5 എണ്ണം കഞ്ചാവ്. അങ്ങനെ ടാർഗറ്റ് കൊടുക്കുന്ന പോലീസിന് എവിടെയും കണ്ടിട്ടോ? ഒരു 30 കേസ് വേണം, ഒരു 5 എണ്ണം കഞ്ചാവ്. കഞ്ചാവ് പിടിച്ചാലല്ലേ കഞ്ചാവ് കേസ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ടാർഗറ്റ് കൊടുക്കുകയാണ്. 30 കേസ് വേണം, പക്ഷേ അതിൽ 5 എണ്ണം കഞ്ചാവായിരിക്കണം. ഇവരെങ്ങനെ പോലീസ് എന്ന് വിളിക്കാൻ ഓഫല്ലേ? ഇതൊരു ക്രിമിനൽ കാർട്ടലാണ്. ഈ ക്രിമിനൽ കാർട്ടലിൻ്റെ എന്താണ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുഞ്ച് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ഈ വക കേസുകളെല്ലാം പുനരന്വേഷിക്കണം. അതിന് സർക്കാർ ഒരു SIT ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കണം. ഞാൻ പറയാം, എന്താണ് ഈ സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 വർഷത്തോളമായി മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരുന്നത് എന്നതിനെക്കുറിച്ച് സർക്കാർ സവിശേഷമായി അന്വേഷിക്കട്ടെ. ഇതേക്കാൾ ഭീകരവും മാരകവുമായിട്ടുള്ള സംഗതികൾ, ഉദാഹരണങ്ങൾ, കേസുകൾ പുറത്തേക്ക് ചാടും.